അതൊക്കെ പാടിയില്ലേ മറ്റേ അകേശത്തിലെ മണ്ണ് കൊണ്ട് മനുഷ്യനെ പടച്ചു വെച്ചു അന്ന് നമ്മളെ ഏവിക്കാൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഇരുപ്പാക്കി കന്നാസായ ഇബ്ലീസ് ഒപ്പം അതുപോലെ തന്നെ ആകാശവാണിയിൽ ഒക്കെ ആയിട്ടുണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ തലശ്ശേരി ടൗൺ ഹാളിൽ ക്ഷണിക്കപ്പെട്ട സദസ്സില്ലേ അതിലൊക്കെ പാടിയിട്ടുണ്ട്. അതിൽ ഏത് പാട്ടിനാണ് അന്നൊക്കെ മാപ്പിളപ്പാട്ട് മാത്രമായിരുന്നു? മാപ്പിള പാട്ട് കെസ് കെസ് പറഞ്ഞാൽ കെസ് അന്നത്തെ ഒരേ പേശുദാസൊക്കെ പാടിയില്ലേ മറ്റേ അകേശത്തിലകത്തിൽ അങ്ങനത്തെ നമുക്ക് പാടാൻ പറ്റുമോ? അതൊന്നും ഇപ്പൊ പോവില്ല. ഓക്കെ. അതുപോലെ തന്നെ KT മൊയ്തീൻക്ക് പാട്ട് എഴുതല്ലായിരുന്നോ? അല്ലേ? അതിൽ പാട്ട് ഏതെങ്കിലും നിങ്ങൾ പാടിയിട്ടുണ്ടോ? ഒന്ന് പാടിത്തരാണ് നന്നായി. KT മൊയ്തീൻക്ക് മണ്ണ് കൊണ്ട് മനുഷ്യനെ പടച്ചു വെച്ചു മന്നവന് ആദമെന്ന പേര് വിളിച്ചു എന്നിട്ടവ ഇടം വാരി എല്ലിക്കൊണ്ട് ഇണയായി ഔവ്വാബി പരൻ പടച്ചു ഇണയായി ഔവ്വാബി പരൻ പടച്ചു മണ്ണ് കൊണ്ട് മനുഷ്യനെ പടച്ചു വെച്ചു മന്നവന് ആദമെന്ന പേര് വിളിച്ചു എന്നിട്ടവരിട പരിയല്ലിക്കൊണ്ട് ഇണയായി ഔവ്വാബിയെ പരൻ പടച്ചു ഇണയായി ഔവ്വാബിയെ പരൻ പടച്ചു. ജന്നത്തെന്ന ഫിർദൗസിൽ ഇരുപേരെ ഇലാഹവൻ സുഖമായി തവിടത്തിൽ ഇരുപ്പാക്കി ജന്നത്തെന്ന ഫിർദൗസിൽ ഇരുപേരെ ഇലാഹവൻ സുഖമായി തവിടത്തിൽ ഇരുപ്പാക്കി കന്നാസായ ഇബ്ലീസ് അസൂയ തോന്നി കന്നാസായ ഇബ്ലീസ് അസൂയ തോന്നി കവടത്തരത്തിലൂടെ ചതിച്ചിടുന്നു അവൻ ചതിച്ചിടുന്നു മണ്ണ് കൊണ്ട് മനുഷ്യൻ പടച്ചു വെച്ചു മന്നവനല്ലാദമെന്ന പേര് വിളിച്ചു എന്നിട്ടവരിട വരിയല്ലിക്കൊണ്ട് ഇണയായി ഔവ്വാബിയെ പരൻ പടച്ചു ഇണയായി ഔവ്വാബിയെ പരൻ പടച്ചു. ഇപ്പോൾ ഇപ്പോഴത്തെ ശരിക്കുള്ള പല സിനിമകളിലൊക്കെ പഴയ മാപ്പിളപ്പാട്ടുകളൊക്കെ കീറി വരുന്നുണ്ട്. അന്ന് മുരിയാങ്ക് അന്ന് എല്ലാ ബാബുരാജിന്റെ ഉസ്താദിന്റെ പാട്ടില്ലേ സിനിമാ പാട്ട് അതെല്ലാം ടോണിലും പാട്ട് ചെയ്യും. ഇത് ഫിലിം പാട്ടിലെ ചിത്രവർണ്ണ പുഷ്പജാല ആ ടോണിലാണ്. KT മുഹമ്മദ് അതുപോലെ തന്നെ എഴുതുന്ന ഇതാണ് അവരുടെ ഒക്കെ എഴുത്തും അതുപോലെ തന്നെ ആ പാട്ടും ഇന്ന് വരുന്ന മാപ്പിളപ്പാട്ടും തമ്മിലുള്ള ഒരു സംയോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി വല്ല അഭിപ്രായം ഉണ്ട്? കാരണം പഴയ കാലത്തെ ഈ മേഖലയിലുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. അന്നത്തെ പാട്ടാണ് പവർ കൂടുതൽ. അന്നത്തേല് ചെലിയിലൊന്നും വലിയ ഇതില്ലല്ലോ, അർത്ഥങ്ങളില്ല. ഈ അന്ന് നമ്മളെ ഏവിക്കാൻ്റെ ഒപ്പം അതുപോലെ തന്നെ മറ്റുള്ള പഴയ പാട്ടുകാരുടെ ഏറ്റിക്ക ഒക്കെ പാട് അതുപോലെ തന്നെ സദസ്സുകളിൽ പങ്കിട്ട ആളെ ഇന്നത്തെ കുട്ടികൾക്കും നിങ്ങൾ പറ്റി വായിക്കണമൊക്കെ ഉണ്ട് അല്ലേ? അത് നമ്മളുള്ള കുട്ടികളെ ഇന്നത്തെ പാട്ട് പാടുന്ന കുട്ടികളും പഴയ സാഹചര്യം വെച്ച് നോക്കുമ്പോഴുള്ള അനുഭവങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ ഉള്ള ഒരു അഭിപ്രായം എന്താണ് നിങ്ങളെ അഭിപ്രായം? സംഗീതം പഠിച്ച കുട്ടികൾക്ക് നല്ല ഇണത്ത് പാടും, പക്ഷെ പഠിക്കാത്തവർക്കാണ്. പഠിക്കാതെ കുറെ ആൾക്കാർ ഇപ്പം പഠിക്കാതെ ഉണ്ട്, കുറെ ആൾക്കാർ ഇപ്പം പിന്നെ ഏകദേശമൊക്കെ ഈ പറഞ്ഞ പോലെ വൈറലായി നമ്മളെ ഈ യൂട്യൂബിലൊക്കെ വലിയ സംഭവമായി മാറിയതിന് ശേഷം പിന്നെ പലരും ഇത് പഠിക്കണത്. അത് അങ്ങനെ ഒരു സാഹചര്യം മനോധർമ്മമായിട്ട് കിട്ടുന്നതാണ്. അത് ചിലവർക്ക് പ്രത്യേകിച്ച് കൊടുക്കും. ഈ സംഗീതത്തോട് താല്പര്യമുള്ള കുട്ടികളോടൊക്കെ
നിങ്ങൾക്ക് ഇത്രയും കാലത്തൊരു അനുഭവം ഉണ്ടല്ലോ, ഇതിലെന്താ നിങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കുട്ടികളോട് ഇന്നത് ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ വല്ലതും ഉണ്ടോ? അഭിപ്രായം പറയാറുണ്ട്. നല്ല പാടുന്ന കുട്ടികളോട് നമ്മൾ പഠിക്കണം, നീ സംഗീതം കുറച്ച് പഠിക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ നിങ്ങൾ വന്ന വഴിയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ 40 വയസ്സിന് ശേഷം കുറേ എന്താ പറയുക, നമ്മുടെ ഈ സാമ്പത്തികപരമായിട്ട് ഉപജീവനം, നമ്മളെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെ വല്ലതും കുട്ടികളോട് യുവാക്കളോടൊക്കെ വല്ല ഉപദേശം കൊടുക്കലുണ്ടാ? ആൾക്കാർക്ക് അതൊക്കെ കൊടുക്കലുണ്ട്. എന്താണ് ഓലൊക്കെ ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇങ്ങനെ പാട്ടും പെട്ടിയും ഒക്കെ ആയിട്ട് പോയാൽ നമ്മുടെ ഭാവി എത്രത്തോളം സുരക്ഷിത എന്നുള്ള അങ്ങനെ വല്ല പാട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ രംഗത്തെത്തണം. അതിനു വേണ്ടി പൈസ കിട്ടണമെങ്കിൽ വലിയ ഫോമിലെത്തണ്ടേ. ഇപ്പൊ കണ്ണൂർ ഷരീഫ് പോലെയുള്ളേ അവർക്കാണ് പൈസ ഇപ്പോൾ. അല്ലാതെ പിന്നെ പാടിയിട്ട് കാര്യമില്ല, ചെറിയ പരിപാടികളൊക്കെ കിട്ടും. അതെ അതെ. പഴയ കാലത്തെ വന്ന ഇപ്പം ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രയാസങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മേഖലയിൽ നിങ്ങളെ അറിയുന്ന ആളുകളെ ഭാഗത്തു നിന്നൊക്കെ സഹകരണങ്ങളൊക്കെ ഉണ്ടാകലുണ്ടോ? ഉണ്ട്, സഹായമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ പരിപാടിക്ക് പോകലുണ്ടോ? ചെറിയ മഹഫിലിനൊക്കെ പോകും. പാടാൻ കുട്ടികളുണ്ടാവും. നമ്മളൊന്നും 1-2 വലിയ പാടും, ബാക്കി ഓരോ പാട് പെട്ടി വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ KT മുഹമ്മദ് ഖാൻ്റെ 2 വരിയൊന്ന് പാടിത്തരാൻ പറ്റുമോ? മുഹമ്മദ് ഖാൻ നോക്കട്ടെ. തിരുനൂറേ നൂറേ താഹറസുൽ മദദ് മുസ്തഫ കാമിലെ അശീഖുൽ മഅ്സൂം. തിരുനൂറേ നൂറേ താഹറസുൽ മദദ് മുസ്തഫ കാമിലെ അശീഖുൽ മഅ്സൂം. എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകളായിരുന്നു ജന്മദിനത്തിനൊക്കെയുള്ള ജന്മദിനത്തോടനുബന്ധിച്ച് 4 വരി എഴുതില്ല പാടിയോ റസൂലുള്ളാഹിന്റെ. കസ്തൂരി മണമുള്ള മഹമൂദരേ, കാരുണ്യരായ തിരുദൂതരേ, കസ്തൂരി മണമുള്ള മഹമൂദരേ, കാരുണ്യരായ തിരുദൂതരേ, കുതിരത്തുടേവൻ കനിഞ്ഞുള്ള നൂറേ, കുതിരത്തുടേവൻ കനിഞ്ഞുള്ള നൂറേ, ഖുർആനിൻ പൊരുളായ ആനന്ദ ജീവേ, കസ്തൂരി മണം ചിന്തും മഹമൂദരേ. എനിക്കൊന്നും വല്ലാതെ പോവാതെ എണ്ണപ്പെട്ട പരിപാടിക്ക് മാത്രമേ പോലെ അല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, സംഗീതം പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും? പഠിക്കുന്നുണ്ട്, പെട്ടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട് നമ്മുടെ അടുത്തേനെ. പിന്നെ 1-2 മാപ്പിളപ്പാട്ട് പാടാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ പരിപാടി ഉണ്ട്? ഞങ്ങളെ മാപ്പിള അക്കാദമിയില് അംസി ഞങ്ങളും നമ്മുടെ AK മുസ്താഫ് സാഹിബും എല്ലാരും കൂടി ഉള്ള പഠിപ്പിച്ചിരുന്നു. അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വേറെ ക്ലാസ്സാണ് കൊണ്ടോട്ടി. ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ ഇല്ല. പിന്നെ ഇടക്കാട് മഹഫിലിന് പോകലുണ്ട്, മാസത്തിലൊരിക്കൽ. വിളിക്കാറുണ്ട്. ഇപ്പോൾ ഏവിക്കാൻ്റെ കൂടെ അതുപോലെ തന്നെ KT പഴയ മാപ്പിളപ്പാട്ട് നമ്മളെ പ്രത്യേകിച്ച് തിരുവനങ്ങാടി പരിസരത്തുള്ള കുലപതികളുടെ ഒപ്പം പാട്ട് പാടുകയും പെട്ടി വായിക്കുകയൊക്കെ ചെയ്ത ആളടുത്ത് വന്നിട്ട് ആ കുട്ടികൾക്കൊക്കെ സംഗീതം പഠിക്കാനും മാപ്പിളപ്പാട്ട് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ നിങ്ങളങ്ങനെ പല വേദിയിലും മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളെ നമ്പറൊക്കെ നമ്മളെ ചാനലിൽ
കൊടുക്കുകയാണെങ്കിൽ നമ്പർ കൊടുക്ക്. കൊടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. ഇല്ല. ഓക്കെ. സ്കൂൾ കലോത്സവത്തിനൊക്കെ മാപ്പിളപ്പാട്ട് അതുപോലെ തന്നെ മാപ്പിള കലകൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണ് ഇപ്പോഴൊക്കെ. അങ്ങനെ ആ സമയത്ത് വല്ല നിങ്ങളെ ബന്ധപ്പെടാറുണ്ടോ കുട്ടികൾ ആരെങ്കിലൊക്കെ? ആ കുട്ടികൾ മത്സരത്തിന് പാട്ട് ചെയ്താൽ വരലുണ്ട്. ഉണ്ടായിരുന്നോ? മാപ്പിള പാട്ട് മത്സരത്തിന് പഴയ പാട്ടുകൾ ചോദിച്ചു വരും. ആ ശരി. അത് എങ്ങനെ പാടാൻ വേണ്ടിയാണോ? അവർക്ക് പാടാൻ എഴുതി കൊടുക്കാൻ. അങ്ങനെ എഴുതി കൊടുക്കാനുണ്ട്. പഴയ CP ക്കാൻ്റെ പാട്ട്, മോയിൻകുട്ടി എഴുതിയാരെ അങ്ങനത്തെ പാട്ടുകൾ. മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ട് നമുക്ക് പാടിത്തരാൻ പറ്റും? പാട്ട് പറയാൻ മുമ്പ് പാടിയതാണ്.